നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം, അതിനുശേഷം നിങ്ങളോടൊപ്പം സംസാരിക്കാം. പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ 4-5 അവന്മാർ ചേർന്ന് ആ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി, തലയ്ക്കടിച്ച് ചോര പോലും ശരിക്കും വാർന്നു പോയി. വളരെ പറയാൻ കഴിയില്ല, അത്രമാത്രം ആ കുഞ്ഞ് വേദനിച്ചിട്ടുണ്ടാവും. ആ നിമിഷത്തിൽ ആ കുഞ്ഞിനെ നശിപ്പിച്ചു ഇല്ലാതാക്കി. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആ കുഞ്ഞ് മൺമറഞ്ഞു പോയി. അതുകൊണ്ട് അവന്മാർക്ക് എന്ത് കിട്ടി? ഒരു ഗുണവുമില്ല. ആ കുടുംബം വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബമാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയാണ് മരണപ്പെട്ടത്. ആ കുട്ടി പഠിക്കാനും ജോലിക്കും ഒക്കെ പോയാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു നെടുന്തൂണെന്ന് തന്നെ പറയാം. ആ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നൊരു കുടുംബമാണ്. അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ട് ഈ നാട്ടിൽ ഒരു പട്ടികൾ പോലുമില്ല, ഒരു പട്ടികളുമില്ല. ആ കുടുംബത്തിലൊന്ന് പോയി തിരിഞ്ഞു നോക്കാനോ ആ കുടുംബത്തിനെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു പട്ടികളുമില്ല. ഇതിനകത്ത് സോഷ്യൽ മീഡിയ തുറന്നാൽ രേണു സുധി ഇതിന് മാത്രം എന്തോ ഇരിക്കുന്നു. രേണു സുധി ഈ നാട്ടിൽ എന്തെല്ലാം ഒരുപാട് സങ്കടകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ നാട്ടിലൊക്കെ. അതൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ ട്രോളുന്നവന്മാർക്ക് അങ്ങനത്തെ കുറേ കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് ഈ ചാനലിലൂടെ ഇട്ട് പട്ടിണി പാവങ്ങളെ ഒന്ന് സഹായിച്ചാൽ എന്താണ് കുഴപ്പം? എവിടെ തിരിഞ്ഞാലും രേണു സുധി അല്ലാതെ ഏത് അക്കൗണ്ട് തുറന്നാലും രേണു സുധി, തൂറിയ രേണു സുധി, പെടുത്ത രേണു സുധി, എല്ലാത്തിനും രേണു സുധി അല്ലാതെ ഒരു ജീവിതമില്ല യവന്മാർക്കൊന്നും. ആ കുടുംബത്തിൽ ആ കുഞ്ഞും മരണപ്പെട്ടു. ആ കുടുംബത്തിലൊന്ന് പോയിട്ട് ഈ ട്രോളുന്ന ചാനലുകാരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ആ കുടുംബത്തിലൊന്ന് പോയിട്ട് നിങ്ങളൊരു വീഡിയോ എടുത്ത് ചാനലിലിട്ടിട്ട് അവരുടെ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാമല്ലോ. 24 മണിക്കൂർ രേണു സുധി, രേണുവിൻ്റെ മോൻ. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റേ ഉള്ളോ? വേറെ ഒരു കണ്ടൻറ്റും ഇല്ല. ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. ഈ ട്രോളുന്നവന്മാരോട് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള പട്ടിണി പാവങ്ങളെ പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ നോക്കിയിട്ട്. അല്ലാതെ നമ്മൾ ഈ അക്കൗണ്ട് തുറന്നാൽ കാണുന്നത് മൊത്തം രേണു സുധി. ആ പെൺകുട്ടി എങ്ങനെയാണ് ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾക്കെന്താ? ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ? ഈ പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഒരു നോട്ടം കൊണ്ടുപോലും തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നുമല്ല ഈ ഭൂമിയിൽ ആരും അത്ര പതിവ്രതകളും അല്ല, ആണും പെണ്ണും. അതുകൊണ്ട് ആരെയും പറയാൻ യോഗ്യനും അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നിങ്ങൾ ആരും യോഗ്യനല്ല അത് പറയാൻ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് അന്ന് ദൈവം പറഞ്ഞു. അതാണ് കറക്റ്റ്. നിങ്ങളിൽ എല്ലാവരും പാപം ചെയ്തവരാണ്. ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ പാപം ചെയ്ത വ്യക്തികൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അർഹതയില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കല്ലെറിയാൻ രേണു സുധി. അവളെങ്ങനെയാണ് ജീവിക്കട്ടെ? ഭർത്താവ് മരിച്ചവർക്ക് ജീവിക്കണ്ടേ? ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അഭിനയിച്ചാൽ എന്താ കുഴപ്പം? പലരും പല അഭിപ്രായങ്ങൾ പറയും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. രണ്ടാനമ്മ ആവുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്ന ചെറിയ പോരായ്മകളുണ്ടാവാൻ ചിലപ്പം പല കാരണങ്ങളുണ്ടാവും. അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയ കഥകളാണ്. ഇനി എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞു പോയ കാലഘട്ടം. ഒരു കോവിഡ് കാലഘട്ടത്തിൽ രേണു സുധിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഹസ്ബൻഡും വൈഫും കൂടെ വളരെ കഷ്ടപ്പെട്ട് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, ഫുഡ് കഴിക്കാൻ നിവൃത്തിയില്ലാതെ കരയുന്നൊരു ചാനൽ വീഡിയോ. അന്ന് ആർക്കും വേണ്ട. രേണു സുധിയും വേണ്ട, രേണു സുധിയുടെ ഭർത്താവിനെയും വേണ്ട. ഇന്ന് അങ്ങേര് ചത്ത് തലയ്ക്ക് മീതെ നിൽക്കുന്നു. ഇപ്പം അയാളുടെ വൈഫിനെ എടുത്തിട്ട് അങ്ങ് ട്രോളി അങ്ങ് അലക്കി അങ്ങ് ഉടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. നിങ്ങൾ ട്രോളും തോടും ആ പെൺകുട്ടി വളർന്നുകൊണ്ടേയിരിക്കും.
ഒരാളുടെ വാശി ഏറ്റിക്കൊടുക്കുന്നതാണ് നിങ്ങൾ. വാശിയും വൈരാഗ്യവും ഏറ്റിക്കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിനെ നശിപ്പിക്കുക. അവൾ സപ്പോസ് മരണപ്പെട്ടാൽ ആ പാവം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തീരുമോ? ആ കുട്ടി മരണപ്പെട്ട, ആ കുട്ടി തന്നെ വോയിസ് ഇട്ടിട്ടുണ്ട്, എനിക്ക് സൂസൈഡ് ചെയ്യാൻ തോന്നും. ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സാണ്, പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ചെയ്താൽ ആർക്കാണ് നഷ്ടം? ആ കുട്ടിയുടെ വീട്ടുകാർക്കാണ് നഷ്ടം. നിങ്ങൾക്കൊരു നഷ്ടവുമില്ല. 2 കൈ കൊട്ടിയാലേ സൗണ്ട് കേൾക്കൂ. 1 കൈ കൊട്ടിയാൽ ഒരിക്കലും സൗണ്ട് കേൾക്കത്തില്ല. ആ കൊച്ചിൻ്റെ പാട്ടിന് വിട്ടേക്ക്. അത് അതിൻ്റെ പാട്ടിന് എന്തോ ചെയ്ത് ജീവിക്കട്ടെ. അവരെ വീട്ടുകാർക്കില്ലാത്ത പരാതി നിങ്ങൾക്കെന്താണ്? ഏത് ചാനൽ തുറന്നാലും രേണു സുധി മടുത്തു. ഈ രേണു സുധി കേട്ട് മടുത്തു. എത്ര വീടുകൾ മരണം നടക്കുന്നു, എത്ര വീട് കൊലപാതകം നടക്കുന്നു, എത്ര വീടുകൾ പിടിച്ചുപറി നടക്കുന്നു, എത്ര വീടുകൾ പട്ടിണിയായിട്ട് കിടക്കുന്നു, വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മെൻ്റലി പിടിച്ചിട്ട് കാണാതായ കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തി കൊടുക്ക്. ഇവരുടെയൊക്കെ കാര്യങ്ങൾ പോയി നോക്കി ചാനലിലൊരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ കുറേ നന്മകൾ ചെയ്യും. എവിടെ നോക്കിയാലും ഒരു രേണു സുന. ഇത്രമാത്രം രേണു സുനയ്ക്ക് എന്താ ഇരിക്കുന്നേ? എല്ലാവർക്കും ഉള്ളവരല്ലേ ഇരിക്കുന്നത്. ഇത്രമാത്രം രേണു സുനയ്ക്ക് അത്ഭുതപ്പെട്ടതൊന്നും ഇല്ലല്ലോ അവിടെ രണാസുനയ്ക്ക്. മടുത്തിട്ടാണ് പറയണം, മടുത്തിട്ട്. ഒരു ചാനൽ തുറക്കാൻ പറ്റുന്നില്ല. എവിടെ തുറന്നാലും രണാസുന. ആ ഒരു ആൺകുട്ടി പ്രായപൂർത്തിയായ ആൺകുട്ടിയാണ്. ഇനി ആ ആൺകുട്ടിക്ക് അറിയാം എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അമ്മയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെ വീട്ടുകാരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ സ്നേഹം പിടിച്ചു വാങ്ങണം, അതൊക്കെ അവനറിയാം. അവൻ പ്രായപൂർത്തിയായി, കുഴപ്പമില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അവൻ കുഞ്ഞു പ്രായമായിരുന്നു. ചിലപ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം. ഇല്ല എന്ന് പറയുന്നില്ല. അവനൊരു അമ്മ ഇല്ലാത്തതുകൊണ്ടും അമ്മയുടെ കരുതൽ കിട്ടാതെയൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞു പോയ കാലം ഇനി ആലോചിച്ചിട്ടോ വിഷമിച്ചിട്ടോ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. നഷ്ടപ്പെട്ടതോർത്ത് വേദനിക്കാതെ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ നോക്കണം. അതാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ അമ്മയുടെ കാര്യം അല്ലെ അവൻ്റെ വീട്ടുകാരുടെ കാര്യം അവൻ നോക്കട്ടെ. ഇപ്പോൾ അവൻ വളർന്ന കുട്ടിയാണ്. അവൻ്റെ പേരും പറഞ്ഞ് ചാനലിൽ പൈസ പിരിക്കുക, ഇതൊക്കെ വളരെ തെമ്മാടിത്തരങ്ങളല്ലേ? സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചൂടെ? ഈ തെമ്മാടിത്തരങ്ങളൊക്കെ എന്തിനാണ്? ഒരു കുടുംബത്തിൽ പോയി ചാനൽ വീഡിയോ എടുത്തിട്ട് ആ കുടുംബത്തിനെ നശിപ്പിക്കുക, ആ കുടുംബത്തിനെ തുലയ്ക്കുക. ഇതുകൊണ്ട് നിനക്കൊക്കെ എന്താ കിട്ടാൻ പോകുന്നത്? എന്ത് മണ്ണാങ്കട്ടിയാണ് കിട്ടാൻ പോകുന്നത്? ഒരു മയിരും കിട്ടാൻ പോകുന്നില്ല. ഒരാളുടെ ജീവിതം തൊലിച്ചിട്ട് മറ്റൊരാൾ സന്തോഷിച്ചിട്ട് ഒരു മയിരും കിട്ടാൻ പോകുന്നില്ല ഈ ഭൂമിയിൽ. മനസ്സിലാവുന്നുണ്ടോ? എവിടെ നോക്കിയാലും ഒരു രണാസുന. ഈ രണാസുനയ്ക്ക് എന്താ 2 കൊമ്പുണ്ടോ? രണാസുന മാത്രമേ ഉള്ളൂ തുറന്നു കഴിഞ്ഞാൽ. സഖിയിട്ടിട്ട് പറയുകയാണ്. രണാസുന ഐശ്വര്യ റായി ഒന്നും അല്ലല്ലോ ഇത്രമാത്രം എടുത്തിട്ട് രണാസുനയെ ട്രോളാനായിട്ട്. അതും ഒരു മനുഷ്യ കുഞ്ഞല്ലേ? ആ പെണ്ണിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നീയൊക്കെ എന്തിനാ ആ പെണ്ണിൻ്റെ പിറകെ പോകുന്നു? അവൾ തൂറാൻ പോകുന്നു, പെടുക്കാൻ പോകുന്നു എന്ന് അന്വേഷിച്ച് ക്യാമറ ആളും കൊണ്ട് കുറേ അവന്മാരങ്ങ് ഇറങ്ങിക്കോളും. എവിടെ എന്തിനാണ് തുറന്നിരിക്കണതെന്ന് നോക്കി അങ്ങ് ഇറങ്ങിക്കോളും. എന്നിട്ട് അതെടുത്ത് വീഡിയോയിലിടാനും. വല്ലാത്ത ജാതികൾ തന്നെ. നിനക്കൊക്കെ നാണവും മാനവും ഇല്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മരണങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നു, പീഡനങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നു. ഇതൊന്നും കാണാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരു ചാനലിലൂടെ ഇടാനോ മറ്റുള്ള ജനങ്ങളെ അറിയിക്കാനോ ഇവനൊന്നും നേരെയില്ല. ഒരു രണാസുനയുടെ പിറകെയാണ് അവനൊക്കെ 24 മണിക്കൂറും. ഒരു നാളും കലിപ്പ് തീരത്തില്ല. ഇതിനൊക്കെ വെട്ടി പീസാക്കിയിട്ട് ജയിലിൽ പോയി കിടക്കണം, എന്നാൽ അന്തസ്സുണ്ട്. 10 എണ്ണത്തിനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാൽ അന്തസ്സുണ്ട്. ഇതിലും ഭേദം അതാണ്. മടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വേവ് കയറിയിട്ട് പറയുന്നതാണ്, വേവ് കയറിയിട്ട്. നീയൊക്കെ എന്തോ മണ്ണാങ്കട്ടിക്കുക. പിന്നെ ചാനലും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ചാനലിൽ ട്രോളുന്ന അത്ര രണാസുന. കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി, കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടാൽ മതി. കേൾക്കാൻ പറ്റില്ലടാ നിൻ്റെ ഒന്നും ചാനലിൽ കയറി. എങ്ങനെയാണ് കേൾക്കുന്നത്? ഒരു കാര്യം തന്നെ 10,000 വട്ടം പറഞ്ഞുകൊണ്ടെന്ന് എങ്ങനെയാണ് കേൾക്കുന്നത്? അവളെന്താ ഐശ്വര്യ റായിയോ? അവൾ എന്ത് ചെയ്താലും അത് ഉടനെ വീഡിയോയിലങ്ങ് വൈറലാക്കുകയാണ്. നീയൊക്കെ കൂടെയല്ലേ ഇങ്ങനെ ആക്കിയത്? ഒരു കണക്കൊന്നും നീയൊക്കെ ചിന്തിച്ച് നോക്കിയത്. നീയൊക്കെ കൂടെയാണ് ഇങ്ങനെ ആക്കിയത് ആ പെണ്ണിനെ. ആ പെണ്ണ് മാന്യമായിട്ടൊരു നാടകമോ മാന്യമായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നൊരു പെണ്ണാണ്. ആ പെണ്ണിനെ ട്രോളി ആ പെണ്ണിനെ ഇല്ലാതെയാക്കി. ആ പെണ്ണിപ്പം ഇല്ലാതെയായി. അതിൻ്റെ അതിൻ്റെ ഇഷ്ടത്തിനെ അത് ജീവിക്കൂ. നിനക്കൊക്കെ എന്ത്? രണാസുനെ മാത്രമേ പിന്നെ മറ്റു ചാനൽ തുറന്നു വെച്ച് പൈസ ഉണ്ടാക്കുന്നുള്ളൂ. ഈ കണ്ടാറോളികളെല്ലാം തുണിയുരിഞ്ഞല്ലേ കാണിക്കുന്നത് ഇതിനകത്തൊക്കെ. വളരെ വൾഗറായിട്ടല്ലേ രാത്രി വന്നിരുന്ന് പൈസ അടച്ച് കയറി കാണാനായിട്ട് ഓരോരുത്തന്മാർക്ക് തുറന്നു വെച്ച് കൊടുക്കുന്നത്. അതൊന്നും നിൻ്റെ ഒന്നും കണ്ണിൽ കാണുന്നില്ലേ? പബ്ലിക്കായിട്ടല്ലേ പെടുത്തിട്ട് വീഡിയോ ഇടുന്നത് ഓരോരുത്തർ. അതൊന്നും നിൻ്റെ ഒന്നും കണ്ണുകളിൽ കാണുന്നില്ലേ? നിനക്കൊക്കെ മാത്രം ഒരു രണാസുന മാത്രമേ ഉള്ളൂ. ഏവൻ്റെ ചാനൽ തുറന്നാലും ഒരു രണാസുന. ഒരുത്തിയാണെങ്കിൽ രണാസുനെ വിലയ്ക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുക. അവളെ ചാനലിൽ പിന്നെ അതേ ഉള്ളൂ. അവൾക്ക് മനസ്സിലായി ഇവളെ എടുത്തിട്ട് അവൾക്ക് കണ്ടൻറ്റ് കിട്ടുമെന്ന്. വേറെ കണ്ടൻറ്റൊന്നും അവൾക്കില്ല. അങ്ങനെ
കുറേ പെണ്ണുങ്ങൾ രണാസുനയുടെ പിറകെ, കുറേ ആണുങ്ങൾ രണാസുനയുടെ പിറകെ. ഇതിനും വേണ്ടി രണാസുനയ്ക്ക് എന്തോ ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പുതിയ കൊമ്പ് വല്ലതും ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടോ അത് ഊരിയെടുക്കാനായിട്ട്? അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ മത്സരിച്ചിങ്ങനെ രണാസുനയുടെ പിറകെ പോകുന്നത്? ഈ നാട്ടിലെ പൈലകളെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നന്മയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. എവിടെയൊക്കെ അനാഥാലയങ്ങളുണ്ട്, എവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ കണ്ടെത്തി അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്ക്. നീയൊക്കെ ഒരു കസേര എടുത്തിട്ട് ജോലിക്കും പോകില്ല, കൂലിക്കും പോകില്ല, വീട്ടിനകത്തൊരു കസേര എടുത്തിട്ട് മറ്റുള്ളവരുടെ അക്കൗണ്ടിലെ വീഡിയോ കണ്ടിട്ട് എടുത്തിട്ട് അങ്ങ് ട്രോളാക്കാം. ജോലിക്ക് പോകണ്ടല്ലോ, വീട്ടിൽ ഇരുന്നങ്ങ് തിന്നാൽ മതിയല്ല. യൂട്യൂബുകാർ പണവും തരും, യൂട്യൂബുകാർ പൈസയും തരും. കണ്ടവരുടെ ആ വീഡിയോ കണ്ടിട്ട് അങ്ങ് ട്രോൾ ചെയ്യാൻ പോരും. ഒരു മൊബൈലുണ്ടെങ്കിൽ എന്തും സ്വന്തം കാര്യം ചിന്താ എന്തും ചെയ്യാമല്ലോ. ആരെയും പേടിക്കണ്ട, ആരോടും ചോദിക്കണ്ട, ജോലിക്ക് പോകണ്ട. തിന്നുക, വീഡിയോ ചെയ്യുക, തിന്നുക, വീഡിയോ ചെയ്യുക. നല്ല സുഖ ചാപ്പാട്. ഇതിനപ്പുറത്തോട്ടൊന്ന് പുറകെ തിരിഞ്ഞ് നോക്കണം. പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ ഒരുപാടുണ്ട്. കളിമണ്ണുണ്ട് ഫുഡുണ്ടാക്കി കഴിക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എച്ചിലില പറക്കി പട്ടികൾ ഒരു സൈഡിൽ എച്ചിലില കഴിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഒരു സൈഡിൽ മനുഷ്യർ ആ എച്ചിലിലയെന്ന് സാധനങ്ങൾ നുള്ളിപ്പറക്കിയെടുത്ത് പാത്രത്തിൽ വെച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. വഴിയോരത്തൊക്കെ ഒന്ന് തല ചായ്ക്കാൻ ഇടമില്ലാതെ, ഒന്ന് പുതയ്ക്കാൻ ഒരു ബെഡ്ഷീറ്റ് ഇല്ലാതെ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ വിശന്ന് വയറ് തടവി കിടക്കുന്ന മനുഷ്യർ എത്രയും ആൾക്കാരുണ്ടെന്നറിയോ? അവരെയൊക്കെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കുക. ക്യാമറ കണ്ണുകളും കൊണ്ടുപോയി അവരടുത്തോട്ടൊക്കെ പോയിട്ട് ഒരു വീഡിയോ പിടിച്ച് വൈറലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? 10 പേരെ വൈറലാക്കുമ്പോൾ 10 പേരിൽ 2 പേര് ആരെങ്കിലും കൊണ്ടുപോകും. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതായിരിക്കും. അവരുടെ ബന്ധുക്കാരെ കാണാതെ അവർ വേദനിക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും. ഈ രണാസുനയുടെ പിറകെ പോയിട്ട് എന്തോ കിട്ടാൻ പോകുന്നു നിനക്കൊക്കെ? രണാസുന. ഓ, വല്ലാത്തൊരു ജാതി ഐറ്റങ്ങൾ തന്നെ, പറയാതിരിക്കാൻ വയ്യ.